അപ്പോൾ നമ്മൾ ഈ ഒരു ചാനലിൽ കുറച്ചധികം നാളായി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ മടി പിടിച്ച് പോയി എന്ന് തന്നെ പറയാം. അപ്പോൾ അതുകൊണ്ടാണ് ചാനലിൽ വീഡിയോസും കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ മറന്നുപോയത്. അതുകൊണ്ട് മറന്നുപോയതല്ല, മടി പിടിച്ച് പോയി. അതുകൊണ്ട് ആ ഒരു പോക്കിനകത്ത് അങ്ങോട്ട് പോയി. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ചാനലിൽ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ ഇപ്പോൾ ICC T20 നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവസാനം നടന്നത് മത്സരം പാകിസ്ഥാനും USA തമ്മിലായിരുന്നു ലാസ്റ്റ് മത്സരം നമ്മൾ കണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നാളെ മുതൽ ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് എല്ലാ വീഡിയോകളും. അപ്പോൾ ഉറപ്പ് തരുന്നു, ഞാൻ നാളെ മുതൽ എല്ലാ ദിവസവും വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ കിട്ടും എന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ക്രിക്കറ്റിൻ്റെ എല്ലാ ICCയുടെ എല്ലാ അപ്ഡേറ്റുകളും T20യുടെ അപ്ഡേറ്റുകളെല്ലാം നമ്മൾ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവസാനത്തെ മത്സരത്തിനെ പറ്റി പറയാം. പാകിസ്ഥാനും USAയും തമ്മിലായിട്ടായിരുന്നു അവസാന മത്സരം ഇന്നലെ നടന്നിരുന്ന 12ാമത്തെ മാച്ച് വന്നിരുന്നത്. ആദ്യം ടോസ് കിട്ടിയ USA പാകിസ്ഥാനെ ബാറ്റിങ്ങിന് അയക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അവർ 20 ഓവറിൽ 190 റൺസ് പാകിസ്ഥാൻ എടുക്കാൻ സാധിച്ചു. നല്ലൊരു ബോളിംഗ് തന്നെ USAയുടെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചു. അവർക്ക് നല്ലൊരു പിടിച്ചു നിർത്താൻ ഒരു ശ്രമം നടത്തിയെങ്കിലും പാകിസ്ഥാൻ്റെ മികച്ച ഒരു ബാറ്റിംഗ് നമുക്ക് ഇവരിൽ കാണാൻ സാധിച്ചു. പാകിസ്ഥാൻ 190 റൺസാണ് 20 ഓവറിൽ സ്വന്തമാക്കാൻ സാധിച്ചത്. അവർക്ക് വേണ്ടി സാഹിബ് സാദ് 73 റൺസ് 41 ബോളിൽ സ്വന്തമാക്കി. അതുപോലെ തന്നെ അഫ്ഗാൻ 30 റൺസ് സ്വന്തമാക്കി. അങ്ങനെ ടോട്ടൽ 190 റൺസ് 20 ഓവറിൽ 190 എന്നുള്ളത് നല്ലൊരു ടോട്ടൽ എടുക്കാൻ അവർക്ക് പാകിസ്ഥാനായി. മറുപടി ബാറ്റിംഗ് USAക്ക് 20 ഓവറിൽ 158 റൺസ് മാത്രമാണ് എടുക്കാൻ സാധിച്ചുള്ളൂ. അവരുടെ ബാറ്റിംഗ് നിരയിൽ തിളങ്ങിയത് ഷയാൻ 49 റൺസ് സ്വന്തമാക്കി. അതുപോലെ തന്നെ ശുഭം 51 റൺസും സ്വന്തമാക്കി. അങ്ങനെ ടീം ടോട്ടൽ 158 എന്ന നിലയിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 20 ഓവറിൽ അവർ കളി അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. 32 റൺസിൻ്റെ വിജയമാണ് പാകിസ്ഥാൻ ഇന്നത്തെ മത്സരത്തിനകത്ത് സ്വന്തമാക്കിയത്. അതുപോലെ തന്നെ എടുത്തു പറയുന്നത് USA ബോളറായിട്ടുള്ള ഷാൻലി, അദ്ദേഹം 4 വിക്കറ്റാണ് ഈ ഒരു മത്സരത്തിനകത്ത് സ്വന്തമാക്കിയത്. നല്ലൊരു ബോളിംഗ് പ്രകടനം തന്നെയാണ് ഷായുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഇന്ത്യക്കെതിരെയും അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ബോൾ എറിയുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ മികച്ച ഒരു ഇന്നിങ്സും നമുക്ക് ഈ ഒരു മത്സരത്തിനകത്ത് USA ബോളിംഗ് നിരയിൽ അദ്ദേഹം തന്നെയാണ് കുന്തമനായി മാറിയത്. അപ്പോൾ നാളെ മുതൽ നമ്മൾ ഡെയിലി അപ്ഡേറ്റും കാര്യങ്ങളും വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ എല്ലാത്തരം അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പഠിച്ചിട്ടിരിക്കണം. ബൈ.